എല്ലാ കെട്ടും അടങ്ങും. നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഇവളുടെ വീഡിയോ ഒരു മനുഷ്യനെ കൊണ്ട് കാണാൻ കഴിയൂല. ഇവള് കാണിച്ചത് ഒക്കെ തലയിൽ കയ്യച്ചിരിക്കുക. ഇത് കണ്ടിട്ടേ ഒരു ഉമ്മാനെ പറയുന്നത് കേട്ടിട്ടില്ലേ? നീ അങ്ങനത്തെ മോളാണ് ആരിഫ, നീ ഇങ്ങനത്തെ മോളാണ് ആരിഫ എന്നൊക്കെ പറഞ്ഞിട്ട് കഥാപ്രസംഗല്ലേ. അതൊക്കെ അങ്ങനെ കണ്ടപ്പോ ബല കിളി പാറിക്കും. നമ്മുടെ ഷെരീഫിന്റെ വീഡിയോ കണ്ടു. ഷെരീഫ് വീഡിയോ കേസ് എന്താണ് FIR ഇട്ടിരിക്കുന്നത്. ഞങ്ങളൊക്കെ കേട്ടിരിക്കുന്നത് FIR ഫയൽ ചെയ്താൽ ഉടനെ അറസ്റ്റ് ചെയ്യുന്നതാണ്. അതിന് മാത്രം എന്താണാവോ എനിക്ക് കേസ്. ഇവൻ അത് സ്റ്റേഷനിൽ നിന്ന് ഓടിപ്പോയതാണ്. പിന്നെ അവൻ ആ സ്റ്റേഷനിലേക്ക് കയറിയിട്ടില്ല. പിന്നെ പിന്നെ ഇവന്റെ വിചാരം എൻ്റെ ഉമ്മ ഇവന്റെ ഉപ്പാന്റെ രണ്ടാം കെട്ടികളാണെന്ന് തോന്നുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഉമ്മ അങ്ങനെ ആക്കി, എൻ്റെ ഉമ്മാനെ ഇങ്ങനെ ആക്കി എന്ന് പറയുന്നത്. ഇവന്റെ ഉപ്പാന്റെ രണ്ടാം കെട്ടികളാണ് എൻ്റെ ഉമ്മ എന്നാണ് ഇവന്റെ വിചാരം. അവന്റെ പറച്ചിൽ കേൾക്കുമ്പോ അങ്ങനെയാണ് തോന്നുന്നത്. എൻ്റെ ഉമ്മ എടാ നാറി, അത് എൻ്റെ നാട്ടിൽ എൻ്റെ ഉമ്മാന്റെ കാര്യം അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാരുടെ കാര്യം നീ എന്തിനാണ് നാറി അറിയേണ്ട ആവശ്യം? നിന്റെ ഉമ്മാനെ എന്തെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ അത് പറയടാ. നിന്റെ ഉമ്മ നാട്ടിൽ ഇവിടെ തന്നെ ഉണ്ടല്ലോ. എൻ്റെ ഉമ്മ അവനെ അങ്ങനെ ആക്കി, എൻ്റെ ഒരേ നാട്ടിലുള്ള എല്ലാ ഉമ്മമാരുടെയും കാര്യം ഏറ്റെടുക്കാൻ നടക്കണ അവൻ്റെ ഉപ്പ രണ്ടാമത് കെട്ടിയതാണ് എൻ്റെ ഉമ്മാനെ. അതുകൊണ്ടാണല്ലോ അവൻ ഇത്രേ ഭയങ്കര ഒരു ഇത് വരുന്നത്. അതുപോലെ FIR ഫയൽ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ആക്കിയിട്ടുണ്ട്. എവിടെയാടാ നീ കൊണ്ട് FIR ഫയൽ ചെയ്തിരിക്കുന്നത്? സ്റ്റേഷനിലാണ് എല്ലാവരും കംപ്ലൈന്റ് ചെയ്തിട്ട് FIR ഒക്കെ ഫയൽ ചെയ്യുക. സ്റ്റേഷൻ അല്ലാണ്ട് നീ എവിടെ ഫയൽ ചെയ്തിരിക്കുന്നത്? വക്കീലിൻ്റെ അടുത്തോ? അങ്ങനെയാണോ? നോക്കട്ടെ. വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇതാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. നോക്കാം നമുക്ക് എവിടെയാണ് FIR ഫയൽ ചെയ്തത്. ഞാൻ കേട്ടിരിക്കുന്ന FIR ഫയൽ ചെയ്ത ഉടനെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെയാണ്. പക്ഷെ ഇവന് FIR ഫയൽ ചെയ്തിട്ട് ഇതുവരെ വന്നിട്ടില്ല കേസ്. എനിക്കാരും വിളിച്ചിട്ടില്ല. പിന്നെ സ്റ്റേഷനിലെ ഭാഗത്തേക്ക് ഇവൻ വന്നിട്ടുമില്ല. വായി പൊളിച്ചാ നോണേ പറയുള്ളൂ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഷാജിയും ഷെരീഫും തമ്മിലുള്ള ഇഷ്യൂസ് നമ്മളെല്ലാവരും, ഒരുവിധപ്പെട്ട എല്ലാവരും അറിഞ്ഞതാണല്ലോ. അതിൽ കഴിഞ്ഞ ദിവസം ഷെരീഫ് ഒരു വീഡിയോസ് ഇട്ടിരുന്നു. അതിൽ പുതിയൊരു അപ്ഡേഷനുമായിട്ടാണ് ഈ ഷെരീഫ് കഴിഞ്ഞ ദിവസം വന്നത്. അതിൽ പറയുന്നത് ഷാജിദയ്ക്കെതിരെ FIR ഇട്ടിട്ട് കേസന്വേഷണം ആരംഭിച്ചു എന്നാണ് വന്ന് പറയുന്നത്. സത്യത്തിൽ ഇവൾക്ക് പണി പാളിയത് എവിടെ അറിയോ? ഇവള് മറ്റുള്ളവരത്തൊക്കെ ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുമ്പോ ഓലെന്ത് ചെയ്യും? ഒരു ഉന്തോ തള്ളോ കയ്യാങ്കളിയോ നമുക്കൊക്കെ പോവും. അപ്പൊ ഇവളാണ് പറയും എന്നെ പേടിപ്പിച്ചേ എന്നൊക്കെ പറഞ്ഞിട്ട് കേസാണ് കൊടുക്കും. അങ്ങനെയാണ് ഓലൊക്കെ പേരിൽ കേസ് വന്നത്. ഇന്റേത് അതിന് പഴുതില്ല. ഇന്ത്യ അങ്ങനെ കൊടുക്കാനേ പറ്റുള്ളൂ. പക്ഷെ അതിന് എവിഡൻസ് ഇല്ല. കാരണം അതിന്റെ തൊട്ട് Z വരെ ഇന്ത്യ അടുത്തും അവളുടെ അടുത്തും ഫുള്ള് വീഡിയോ ഉള്ളത് കൊണ്ട് അങ്ങനത്തെ ഒരു സംഭവം അതിലില്ല. കാരണം എന്റെ വീഡിയോയില് അവള് വന്ന് കയറിയ മുതൽ പോണ വരെയുള്ള കാര്യങ്ങളുണ്ട്. അതിന്റെ ഇടയിൽ മായാവിയായിട്ടൊന്നും ഞാൻ കയറി പീഡിപ്പിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്കും അറിയാം. ആസിയ നല്ല രീതിയിൽ സംസാരിക്കാൻ പഠിക്കും. മണ്ണാർക്കാട് പേരുകളല്ലേ. നീ പോടി നാറി ആസിയ. നീ ഏതെറി നാറി. എന്നെ നന്നായി പഠിപ്പിക്കാൻ നീ ആരടി നാറി? നീ ആദ്യം നന്നാടി. മണ്ണാർക്കാട് അന്തടി നിന്റെ ഉപ്പാന്റെ നാടാടി. അല്ലെങ്കിൽ നിന്റെ ഉപ്പ വിലക്ക് വാങ്ങിയ പോലെ ഉള്ളടി നിന്റെ സംസാരം. എന്തായാലും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനും തെളിവുകൾ നൽകാനും ഒക്കെ ആയിട്ട് ഷെരീഫും വൈഫും കൂടി പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. അവിടെ ചെന്നിട്ട് കുറെ തെളിവുകളും ഈ ഷാജിദയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ വീഡിയോസുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് തെറി വിളിക്കുന്നതൊക്കെ, ആ വീഡിയോസുകളും ഒക്കെ കണ്ടതിന് ശേഷം ഞാനാണ് കയറി പീഡിപ്പിച്ചു, അല്ല എന്റെ അപ്പ കയറി തല്ലി, എന്റെ അപ്പ കയറി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ ഞങ്ങള് മായാവിയായിട്ടാണ് ചെയ്തത്. മനുഷ്യന്മാരിരുന്നു ഒരു ഉളുപ്പുമില്ലാതെ പോയിട്ട് പറഞ്ഞു കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്ന ഒരു കഥയാണ് പീഡിപ്പിച്ചു, കേസ് കൊടുത്തു. ഇവിടെ വിചാരം അതൊക്കെ പണ്ട് ഒരു പീഡന കേസിൽ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ ഇല്ലാത്ത പേരിൽ കംപ്ലൈന്റ് കൊടുത്ത അവര് പെടുന്നത്. ഇന്ന് അങ്ങനെയൊന്നും അല്ല. ഇന്ന് എല്ലാത്തിനും എല്ലാതരം എന്താ പറയാ തെളിവുകളുടെ ആയാലും ശരി, അല്ലാത്തതായാലും ശരി ഒക്കെ നമുക്ക് നിരത്താൻ ഒരുപാട് എവിഡൻസ് നിരത്താൻ ഒരുപാട് സിറ്റുവേഷന് സാഹചര്യങ്ങളുള്ള കാലത്ത് നമ്മൾ സഞ്ചരിക്കുന്നത്. ഒരാളുടെ പേരിൽ അങ്ങനെ പോയാണ് കേസ് കൊടുക്കാൻ പറ്റൂല. പണ്ടായിരുന്നെങ്കിൽ ഓക്കെ. പിന്നെ ഇപ്പൊ ഈ കേസ് കൊടുക്കാൻ പോണത് മുസാഫിന്റെ നടുക്കണ്ടാണല്ലോ. ഒരാളുടെ പേരിൽ അങ്ങനെ വണ്ടി ചെന്നാൽ കള്ളക്കേസ് കൊടുക്കാനൊന്നും പറ്റില്ല. പിന്നെ കൊടുക്കാം, ഒരു ആരോപണമായിട്ട് കൊടുക്കാം. പക്ഷെ അത് തെളിഞ്ഞു വന്നാലേ നമുക്ക് അതിനെ പേടിക്കാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അതിനൊരു പ്രശ്നമല്ല. പിന്നെ ഇതിന്റെ പേരിൽ ഇന്റെ പോക്കോ ഇന്റെ വേറുള്ളത് ഒന്നും ഒരു പ്രശ്നം വരില്ല. അതൊക്കെ അതിന്റെ കാര്യങ്ങൾ അതിന്റെ മുറക്ക് അതിന്റെ ഭംഗി തന്നെ നടക്കും. വീഡിയോസ് ഏതാണ് കുഴപ്പത്തിൽ വീഡിയോസ് ഉണ്ട് അവരുടെയൊക്കെ പിടിച്ച് തോണ്ടി ഉണ്ടാക്കുക, അവരുടെയൊക്കെ ഉമ്മമാരനെ രക്ഷിക്കുക.
അതുപോലെ അവരുടെയൊക്കെ ബാക്കിയുള്ളവരിനെ ഇതാക്കുക ഭയങ്കരമാണ്. എടാ എന്നാ എൻ്റെ അമ്മ ചെലവിന് പൈസ ഇല്ലാണ്ട് ഇരിക്കടാ ഷെരീഫ, നീ മാസം ഒരു 3000, 4000, 5000 ഒക്കെ കൊണ്ടു കൊടുക്കടാ. നീ എത്ര നല്ല മോനാണ് നീ കൊണ്ടു കൊടുക്കടാ. നിന്റെ ഉപ്പ രണ്ടാമത് കെട്ടിയതാണല്ലോ, അതുകൊണ്ട് നീ ഒന്ന് കൊണ്ടു കൊടുക്ക്. ഷെരീഫിന്റെ വൈഫിന്റെ പരാതിയിലാണ് ഇപ്പോൾ ഷാജിദയ്ക്കെതിരെ FIR ഇട്ടിരിക്കുന്നത്. എന്തായാലും ഷാജിദയ്ക്കെതിരെ ഒരു കേസും കൂടിയായി. മക്കളെ നല്ല നോക്കാം, അല്ലെങ്കിൽ എൻ്റെ മക്കളെ നീയാണോ നോക്കുന്നത്? എടാ തൊള്ളയും കൊണ്ട് മുട്ട പൊരിക്കാൻ എല്ലാവർക്കും കഴിയും. ഇപ്പൊ നിന്റെ തൊള്ളയും കൊണ്ട് നീ ഇങ്ങനെ പറയണ്ടല്ലോ മക്കളെ നല്ല നോക്ക്, അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി. നീ കൊടുന്ന് തന്നിട്ടുണ്ടാ മാസം ഇത്ര ചെലവിന് എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തന്നിട്ട് നീ? എടാ നിന്റെ നാവ് കൊണ്ട് ഇങ്ങനെ പറയണത് നീ മാസം ഇത്ര ഒരു എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തന്നിട്ട് മക്കളെ നന്നായി നോക്കിയിട്ടാ, മക്കൾക്ക് വേണ്ടൊക്കെ മേടിച്ചു കൊടുക്കിട്ടാന്ന് പറയണമെങ്കിൽ ഒക്കെ. അല്ലാണ്ട് നിന്റെ തൊള്ളയും കൊണ്ട് മുട്ട പൊരിക്കാൻ എല്ലാവർക്കും വയ്ക്കും. അത് നടപ്പിലാക്കാനാണ് പറ്റാത്തത്, മനസ്സിലാവണ്ട? അത് നടപ്പിലാക്കാൻ പറ്റണം. ഇപ്പൊ എന്നെ ഷാജിദയുടെ ഉമ്മയെ തെറിവിളിക്കുന്നതും നാട്ടുകാരെ തെറിവിളിക്കുന്നതുമായ വീഡിയോസുകൾ ഷെരീഫ് പോലീസ് സ്റ്റേഷനിൽ തെളിവിനായി കാണിച്ചിരുന്നു. അപ്പോൾ അവർ തന്നെ അന്തം വിട്ടു, പോലീസുകാരെ തന്നെ അന്തം വിട്ടു പോയി എന്ന്. ശരിക്കും ഈ ഒരു പെൺകുട്ടി ഇത്രത്തോളം കിടന്ന് ചീത്തയൊക്കെ പറയുമോ എന്നുള്ളൊരു അമ്പരപ്പിലായിപ്പോയി പോലീസുകാർ വരെ. വീഡിയോ ഒരു മനുഷ്യനെ കൊണ്ട് കാണാൻ കഴിയൂല. ഇവള് കാണിച്ചത് ഒക്കെ തലയിൽ കയ്യച്ചിരിക്കുക. ഇത് കണ്ടിട്ടേ ഒരു ഉമ്മാനെ പറയുന്നത് കേട്ടില്ലേ, നീ അങ്ങനത്തെ ഓളാണ് ആരിഫ, നീ ഇങ്ങനത്തെ മോളാണ് ആരിഫ എന്നൊക്കെ പറഞ്ഞിട്ട് കഥാപ്രസംഗല്ലേ. അതൊക്കെ അങ്ങനെ കണ്ടപ്പോ ബല കിളി പാറിക്കും. അറിയോ നിങ്ങക്ക്? ഷാജിദയ്ക്കെതിരെ നിയമപരമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഷെരീഫിന്റെ തീരുമാനം. എന്തായാലും ഷെരീഫിന്റെ ഉമ്മായും വാപ്പായും വൈഫും ഒക്കെ അവരുടെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതിന്റെ പേരിൽ ഷാജിദയ്ക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. എന്നാൽ ഇപ്പൊ FIR ഇട്ടിരിക്കുന്നത് വൈഫ് കൊടുത്ത ഷെരീഫിന്റെ വൈഫിന്റെ പരാതിയിൽ മേലാണ്. സ്വന്തം അനുഭവത്തിൽ വരുമ്പോഴാണ്. ഇപ്പൊ അതാണ് ഭർത്താവ് ഇല്ലാണ്ട് ജീവിക്കുന്ന ആൾക്കാരുടെ അനുഭവങ്ങൾ അവർക്ക് നമ്മളെ മനസ്സിലാവും. നമ്മൾ അവരുടെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ലാത്ത പെണ്ണുങ്ങൾ, ഗൾഫിൽ നിന്ന് പൈസ വരുന്ന പെണ്ണുങ്ങൾക്കും നാട്ടിൽ കെട്ടിയന്മാര് രാവിലെ പോയി അന്ത്യോളം പണിയെടുക്കുന്ന പെണ്ണുങ്ങൾക്ക്, അന്ത്യാകുമ്പോൾ നല്ല പൈസ കിട്ടുന്ന പെണ്ണുങ്ങൾക്ക് നമ്മുടെ അവസ്ഥ മനസ്സിലാവില്ല. നമ്മളെ പോലെ ജീവിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോഴാണ് അതിന്റെ വില നമുക്കറിയുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ നിങ്ങൾക്കൊക്കെ വായിൽ നിങ്ങൾക്ക് പറയാൻ നല്ല എളുപ്പമാണ്. ജീവിച്ച് വരുമ്പോഴാണ് അതിന്റെ എന്താണ് അതെന്ന് മനസ്സിലാകും. ഓരോ മാസം നമ്മൾ തള്ളി നിൽക്കുന്നത് എങ്ങനെയാണ്. യൂട്യൂബിൽ നിന്നൊക്കെ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടെന്നാണോ നിങ്ങളുടെ വിചാരം? ഞാൻ വീഡിയോ ഇട്ടിട്ട് തന്നെ എത്ര മാസമായി അറിയാം, നല്ലപോലെ വീഡിയോസ് ഇട്ടിട്ട് തന്നെ എത്ര ആയി അറിയോ? അപ്പൊ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ജീവിച്ചു പോകണം. നമ്മളുടെ ടെൻഷനും ബാക്കിയുള്ളതും നമ്മൾ മുഖത്ത് കാണിക്കേണ്ട, അല്ലെ പുറത്ത് കാണിക്കേണ്ട. പുറത്തൊരാളോട് പറയാൻ ആരോട് പറയണ്? ആര് പറയാനുണ്ട്? ആര് കേൾക്കാനുണ്ട്? എന്റെ കാര്യം ഞാൻ എന്നെ ആലോചിച്ച് ഉള്ളിന്റെ ഉള്ളിൽ നീറി നമ്മൾ ജീവിക്കാന്ന് പറയും. ഷാജിദ ഇതുപോലെ റിയാക്ഷൻ ചെയ്യുന്നവരുടെ ഒക്കെ പുറകേല് ഇങ്ങനെ ഫോണുമായിട്ട് ചുറ്റും നടന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഭവിഷ്യത്ത് ഷാജിദ തന്നെയാണ് അനുഭവിക്കേണ്ടത്. കാരണം 100,000 കാര്യങ്ങൾ അവൾക്ക് ഉണ്ട്. അതിനിടയ്ക്ക് ഇനി ഈ കേസുമായിട്ട് അതിന്റെ പുറകെ ചുറ്റി നടക്കണ്ടേ? എന്തായാലും വേലിയിലിരുന്ന് പാമ്പിനെ എടുത്തിട്ട് തോളത്ത് ചുറ്റി എന്ന് പറഞ്ഞൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഷാജിദ.